ശിവഭഗവാനും കൂലിവാകയായി മാറിയ പാർവതീദേവിക്കും ജനിച്ച ദിവ്യപുത്രനാണ് ശ്രീ വിഷ്ണുമായ സ്വാമി. ശാസ്താവിനും മുരുകനും വിഘ്നേശ്വരനും തുല്യനായ വിഷ്ണുമായ സ്വാമി പക്ഷേ പരക്കെ ആരാധിക്കപ്പെടുന്ന ഒരു ദൈവമല്ല. പകരം പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റാനായി പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ഭക്തരാണ് വിഷ്ണുമായ സ്വാമിയുടേത്. എളുപ്പം പ്രസാദിക്കുന്നതും സഹാനുഭൂതിയുള്ളവനുമായ ഈ ദൈവം തൻ്റെ ഭക്തജനങ്ങൾക്ക് എന്നും പ്രിയങ്കരനാണ്. ഐതിഹ്യമനുസരിച്ച് ഒരിക്കൽ പള്ളിവേട്ടയ്ക്കിറങ്ങിയ ശിവഭഗവാൻ കൂളിവനത്തിൽ വെച്ച് വനവാസിയും അതീവ സുന്ദരിയുമായ കൂളിവാകയെ കാണാനിടയായി. അവളുടെ ഉദരത്തിൽ തൻ്റെ കുഞ്ഞിന് വളരാൻ ഒരു അവസരമൊരുക്കാൻ ഭഗവാൻ ആഗ്രഹിച്ചു. ആദ്യ ദർശനത്തിൽ തന്നെ അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ഭഗവാൻ തൻ്റെ ഇംഗിതം ഉടനെ തന്നെ അവളോട് തുറന്നു പറയുകയും താൻ വേട്ടയ്ക്ക് പോയി മടങ്ങിയെത്തുന്നതുവരെ കാത്തിരിക്കാനും പറഞ്ഞു. വനത്തിൽ വെച്ച് ഭഗവാൻ കാണാനിടയായ കൂളിവാക മുൻജന്മത്തിൽ പാർവതീദേവിയുടെ ദാസിയായ മനസ്വിനിയായിരുന്നു. ദാസിയായിരുന്ന മനസ്വിനി കുഞ്ഞായിരുന്ന ഗണപതിക്ക് മുലയൂട്ടാൻ ശ്രമിച്ചതിന് പാർവതീദേവി കൊടുത്ത ശാപമാണ് അടുത്ത ജന്മത്തിൽ ഒരു ചണ്ടാള കുടുംബത്തിൽ ജനിക്കട്ടെ എന്നത്. കോപം ശമിച്ചതിനു ശേഷം അടുത്ത ജന്മത്തിൽ ശിവഭഗവാന്റെ കുഞ്ഞിനെ വളർത്താനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. മുൻജന്മത്തിൽ ഉണ്ടായ ഈ ശാപമാണ് ഇപ്പോൾ ശിവഭഗവാന് കൂളിവാകയോട് തോന്നിയ പ്രണയത്തിന്റെ കാരണമെന്ന് ദേവി വെളിപ്പെടുത്തി. തുടർന്ന് കൂളിവാകയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പാർവതീദേവി തന്നെ രൂപം മാറി ശിവഭഗവാനെ പ്രാപിക്കുകയും ദിവ്യശക്തികളുള്ള ഒരു കുഞ്ഞ് ഭൂതജാതനാകുകയും ചെയ്തു. ശിവനും പാർവതിയും ചേർന്ന് കുഞ്ഞിനെ കൂളിവാകയുടെ കയ്യിൽ വളർത്താൻ ഏൽപ്പിക്കുകയുണ്ടായി. കുഞ്ഞ് ജലന്ധരൻ എന്ന ക്രൂരനായ അസുരന്റെ അന്തകനാകുമെന്നും ദേവി അറിയിച്ചു. കൂളിവാകയോടൊപ്പം വർഷങ്ങൾ ജീവിച്ച ശേഷം പക്വത പ്രാപിച്ചപ്പോൾ കുമാരൻ തൻ്റെ ശരിയായ മാതാപിതാക്കളെ കുറിച്ചറിയുകയുണ്ടായി. തുടർന്ന് തൻ്റെ പ്രിയ വാഹനമായ പോത്തിൻ മുകളിൽ ഈഴാറയും മുഴക്കി ശിവനന്ദൻ അവരെ കാണാൻ യാത്രയായി. മുൻപരിചയമില്ലാത്ത കുട്ടിക്ക് കൈലാസത്തിലേക്ക് പ്രവേശനം നിഷേധിച്ചപ്പോൾ അകത്ത് കയറാൻ കുമാരൻ വിഷ്ണു ഭഗവാന്റെ രൂപം പ്രാപിക്കുകയുണ്ടായി. അങ്ങനെയാണ് വിഷ്ണുമായ എന്ന പേരിൽ ഈ ദേവൻ അറിയപ്പെട്ടു തുടങ്ങിയത്.